പവന എന്ന ചോദ്യത്തിൽ നിന്ന് ഈ ആഭരണം എത്ര സ്റ്റൈലിഷ് ആണ് എന്ന ചോദ്യത്തിലേക്കാണ് സ്വർണ്ണലോകം മാറുന്നത്. സ്വർണ്ണവില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ ജെൻസി തലമുറ പാരമ്പര്യത്തെ കൈവിടാതെ തന്നെ സ്വർണത്തെ പുനർനിർവചിക്കുകയാണ്. പണ്ടൊക്കെ സ്വർണത്തിന്റെ മൂല്യം അതിന്റെ ഭാരവും കാരറ്റുമായിരുന്നു നിർണയിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ യുവസമൂഹം ആഭരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വ്യക്തിത്വം, ഡിസൈൻ, ഉപയോഗ സൗകര്യം, വൈവിധ്യം എന്നിവയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആഭരണ വിപണിയിലും ആ മാറ്റം പ്രതിഫലിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ കുടുംബ പാരമ്പര്യമായി ആഭരണങ്ങൾ കൈമാറുന്നത് പതിവായിരുന്നു. പലർക്കും പ്രത്യേക സ്വർണ്ണാഭരണ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അന്നൊക്കെ വിവാഹത്തിന് ഭാരമേറിയ മാലകളും വളകളുമായിരുന്നു വാങ്ങിയിരുന്നത്. എന്നാൽ ജീവിതശൈലിയോട് ചേർന്നു നിൽക്കുന്ന ആഭരണങ്ങളോടാണ് ജെൻസിക്ക് താല്പര്യം. വില കൂടിയ കട്ടിയുള്ള സ്വർണ്ണാഭരണങ്ങളിലേക്ക് വലിയ തുക ചെലവഴിക്കുന്നതിന് പകരം മികച്ച ഡിസൈനിലുള്ള കനം കുറഞ്ഞ ആഭരണങ്ങളാണ് യുവതലമുറ തെരഞ്ഞെടുക്കുന്നത്. കുന്തൻ, പോൾക്കി തുടങ്ങി പാരമ്പര്യ ശൈലികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ ചെലവില്ലാത്ത ഓപ്ഷനുകളിലേക്കാണ് അവരുടെ ശ്രദ്ധ. ഡെയിലി യൂസ് ആഭരണങ്ങളോടാണ് ജെൻസിക്ക് കൂടുതൽ താല്പര്യം. മിനിമൽ പെൻഡന്റുകൾ, നേർത്ത ചെയിനുകൾ, സ്റ്റൈലിഷ് ബ്രേസ്ലെറ്റുകൾ, ചെറിയ ഡയമണ്ട് സ്റ്റാർ ഡിസൈനുകൾ എന്നിവയാണ് ഫേവറേറ്റ് കളക്ഷനുകൾ. 9, 14, 18 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ആവശ്യക്കാർ ഏറുകയാണ്. ബാങ്ക് ലോക്കറുകളിൽ സൂക്ഷിക്കാനുള്ള ആഭരണങ്ങളെക്കാൾ ദിവസവും മാറ്റി മാറ്റി അണിയാനുള്ള കളക്ഷനുകളാണ് ജെൻസി ഇഷ്ടപ്പെടുന്നത്. ഇഷ്ടപ്പെട്ട ആഭരണം വെറുതെ വാങ്ങിവെക്കുന്ന രീതി പിന്തുടരുന്നവരല്ല ജെൻസി. ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ ബോധപൂർവമായ ഉപഭോഗശീലമാണ്. ഒരു ഉൽപ്പന്നം എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നതെല്ലാം അവർ പരിഗണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ റീസൈക്കിൾ ചെയ്ത സ്വർണത്തോടുള്ള താല്പര്യവും കൂടിയിട്ടുണ്ട്. സ്വർണത്തിന്റെ അളവിനേക്കാൾ ഡിസൈനാണ് അവർക്ക് പ്രധാനം. വ്യത്യസ്തമായ ഡിസൈനുകൾ പരീക്ഷിക്കാനും ട്രെൻഡുകൾക്കനുസരിച്ച് ആഭരണങ്ങൾ തിരഞ്ഞെടുക്കാനും അവർ ശ്രദ്ധിക്കാറുണ്ട്. വലിയൊരു തുക മുടക്കാതെ തന്നെ പാരമ്പര്യ ഭംഗിയും ആധുനിക ശൈലിയും ഒരുമിച്ച് ആസ്വദിക്കാനാകുന്നതാണ് ഇത്തരം ആഭരണങ്ങളുടെ പ്രധാന ആകർഷണം.